ഇതാ മോന്റെ ഫ്രണ്ട് രാജേഷ് വിളിക്കുന്നു. അമ്മ അത് മൈൻഡ് ആക്കണ്ട, അവിടെ വെച്ചോ. എന്താ രാജേഷായിട്ട് ഇപ്പൊ കൂട്ടല്ലേ? രാജേഷായിട്ട് ഞാൻ ഇപ്പൊ ഫ്രണ്ട്സ് അല്ല അമ്മ. കാര്യം എന്താ? രാജേഷ് എപ്പോഴും ഈ ആക്ഷൻ മൂവീസ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് അതിനെ കുറിച്ച് തന്നെ എന്നോട് പറഞ്ഞോണ്ടിരിക്കും. അതെനിക്കൊരു ബോറടിയാ. അതുകൊണ്ട് ഞാൻ അതവന്റെ ഒരു ബേസിക് ഹാബിറ്റ് അല്ലേ? അതായത് ഒരു മനുഷ്യന് അയാളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ചിലപ്പോ അവന് ആക്ഷൻ മൂവീസ് ആയിരിക്കും, അത് നിന്നെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ലല്ലോ. അവന് അതാ ഇഷ്ടം. അല്ലെങ്കിൽ ഇപ്പൊ ഒരാള് ചിരിച്ചുകൊണ്ട് സംസാരിക്കും എപ്പോഴും, ഇങ്ങനെ ചിരിച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ലോകത്ത്, അല്ലെ? അയാള് ചിരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ വേറൊരാൾ എപ്പോഴും ചൂടുവെള്ളമേ കുടിക്കത്തുള്ളൂ, അല്ലെ? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരാളുടെ ബേസിക് നേച്ചറാണ് ഇതൊക്കെ. അത് മാറ്റി നമ്മൾക്ക് വേണ്ടി ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അത് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെടരുത്. അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഇപ്പൊ നാളെ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കല്യാണത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, ഈവൻ യുവർ വൈഫ് ഓർ ഒരാളുടെ ഹസ്ബൻഡോ വൈഫോ, അവരുടെ ബേസിക് ആയിട്ടുള്ള നേച്ചേഴ്സ് എല്ലാം മാറ്റി വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടാം എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷണൽ ആയി പോയില്ലേ? അങ്ങനെ കണ്ടീഷണൽ ആയിട്ടല്ലല്ലോ ഒരാളെ ഒരു ഫ്രണ്ട് ആവേണ്ടതായാലും ഇഷ്ടം തോന്നേണ്ടതാണേലും അങ്ങനെയൊന്നും അല്ലല്ലോ ആവേണ്ടത്. നമുക്ക് ഒരാളെ അയാളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഞാനിപ്പോ ഇബ്രാഹിമിനെ സ്നേഹിക്കുന്നത് ഇബ്രാഹിമായിട്ട് വേണം, അല്ലാതെ ഇബ്രാഹിമിന്റെ മുടി ഇങ്ങനെ വെട്ടിയാൽ, ഇബ്രാഹിം ഇങ്ങനെ സംസാരിച്ചാൽ, ഇബ്രാഹിം ഇങ്ങനെ നിന്നാൽ ആണ് ഞാൻ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് കാര്യമായിരിക്കും? അതിലെന്തെങ്കിലും സത്യസന്ധമായ സ്നേഹം ഉണ്ടോ? ഇല്ല. ഞാൻ എന്നാ രാജേഷിനെ തിരിച്ചു വിളിക്കാം. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഒരാളെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള അതർ പേഴ്സൺ, അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഓക്കെ.